നമസ്കാരം. US കാനഡ ബന്ധം ഒരു വഷളായി നിൽക്കുന്ന ഒരു അവസരമാണിത്. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കൂടെ 2 കാനഡക്കാരും 2 US സിറ്റിസൺസുമാണ് നമ്മുടെ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത്. ന്യൂയോർക്കിൽ നിന്നും ശ്രീ കോരസൻ വർഗീസ്, അതുപോലെ ടെക്സസിൽ നിന്നും ശ്രീ ജോസഫ് തമ്പിമഠം, ടൊറന്റോയിൽ നിന്നും ശ്രീ റെജി കൊടുവത്ത്, അതുപോലെ കാനഡ ആൽബർട്ടയിൽ നിന്ന് നോബിൾ അഗസ്റ്റിൻ എന്ന ഞാൻ. അപ്പം വെൽക്കം. നമ്മൾ US കാനഡ 5525 മൈലാണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലോങ് ടൈം ഒരു നെയ്ബറാണ്. അതുപോലെ തന്നെ 85% ഇറക്കുമതി കയറ്റുമതി ട്രേഡ് ഒക്കെ ഡീൽ ചെയ്യുന്ന 2 രാജ്യങ്ങളാണ് കാനഡയും അമേരിക്കയും. എന്നാൽ ഈ അടുത്ത കാലത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ ട്രംപിന്റെ രണ്ടാമത്തെ പ്രസിഡൻസി മുതൽ വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 25% ടാരിഫാണ് ഇറക്കുമതിയിൽ ഏർപ്പെടുത്തുന്നതെങ്കിൽ ഇപ്പോൾ റീസെന്റ് ചൈനയുമായിട്ടുള്ള ഒരു EV ഡീൽ സൈൻ ചെയ്തതിൽ പിന്നെ ട്രംപ് പറയുന്നത് ഇനി ഇങ്ങനെ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് ചൈനയുമായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ 100% ടാരിഫ് ഏർപ്പെടുത്തും. അങ്ങനെയുള്ള ഭീഷണി സ്വരത്തിലാണ് ഇപ്പോൾ ട്രംപ് സംസാരിക്കുന്നത്. അപ്പോൾ വളരെയധികം കർക്കശമായിട്ടാണ് കാർണി കാനേഡിയൻ പ്രധാനമന്ത്രി ഇതിനെ നേരിടുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇനി ഒരിക്കലും ഒരു സഖ്യരാഷ്ട്രമായിട്ട് അമേരിക്കയെ US കാണാൻ സാധിക്കില്ല. ഒരു കൈനറ്റിക് എനിമി ആയിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് ചുറ്റുമിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ടെൻഷനെ വിലയിരുത്തുന്നത്? നമുക്ക് ആദ്യം ശ്രീ കോരസൻ വർഗീസിൽ നിന്ന് തുടങ്ങാം. നമസ്കാരം നോബ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നല്ലൊരു ടോപ്പിക്കാണ്. അമേരിക്കയിലുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇപ്പം കാനഡയും അമേരിക്കയും കൂടെ ഉള്ള ഈ ധ്രുവീകരണത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാലം ഒരു വാല്യൂവില് മുമ്പോട്ട് പോയ ഒരു ജനതതി, 2 രാജ്യങ്ങളായെങ്കിൽ പോലും ഒരേ വാല്യൂ സിസ്റ്റത്തിൽ മുമ്പോട്ട് പോയ ഒരു രാജ്യങ്ങൾ അതിപ്പം അത് കണ്ടസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ്. കാരണം അത് കാലത്തിന്റെ ഒരു ചോദ്യചിഹ്നമായിട്ട് മുമ്പോട്ട് വേണമെങ്കിൽ ആ രീതി നമുക്ക് തന്നെ കണക്ക് കൂട്ടാം. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ക് കൂട്ടാം. കാരണം അമേരിക്കയുടെ 2ാം ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ലോകത്തെ കംപ്ലീറ്റ്ലി ഷഫിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇത് കാനഡയോട് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളോടും അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷന് ഒരു നീതിപൂർവമായത് അമേരിക്കയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ എക്കോണമിയെ പറ്റി പറയുമ്പോൾ $38.5 ട്രില്യൺ ഡെഫിസിറ്റ് കിടക്കുന്ന ഒരു വലിയ കടക്കെണിയിലാണ് അമേരിക്ക പെട്ടിരിക്കുന്നത്. അതിന്റെ $1 ട്രില്യൺ അതിന് ഇൻട്രസ്റ്റ് മാത്രം പേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം. അപ്പൊ അതിങ്ങനെ പോവുകയാണെങ്കിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഈ സാമ്രാജ്യ നമ്മൾ ഈ കാണുന്ന വലിയ സാമ്രാജ്യം എത്ര കാലം മുമ്പോട്ട് പോകുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കറക്ഷൻ അമേരിക്കൻ എക്കോണമിയിൽ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഓരോ കാലം അനുസരിച്ചിട്ട് ഓരോ പ്രസിഡന്റുമാർ വരികയും അവരുടെ രീതിയിലുള്ള നയ രൂപീകരണങ്ങളൊക്കെ ഉണ്ടാകുകയും ഈ കടക്കെണിയിൽ പെട്ടുപോവുകയും ഇത് മുമ്പോട്ട് തന്നെ ഈ ഒരു ഉത്തരവില്ലാതെ ഈ ചോദ്യം ഇങ്ങോട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പൊ അതിനകത്തൊരു കറക്ഷൻ രണ്ടും കൽപ്പിച്ച് ട്രംപ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട ക്രെഡിറ്റ് കൊടുക്കണം. അദ്ദേഹം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ലോകം തിരിച്ചറിയുന്നേ ഉള്ളൂ. എല്ലാവർക്കും പ്രയാസം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് ലോകം കടന്നു പോകുന്നത്. കാരണം അദ്ദേഹം രാവിലെ പറയുന്നതല്ല വൈകിട്ട് പറയുന്നത്. അപ്പം ഓരോ ടാരിഫൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സെൻസിറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന ഒരു ടാരിഫൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലുള്ള ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുമ്പോൾ മൊത്തത്തിലൊരു ആശങ്കയാണ്.
അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ആശങ്ക ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് കാനഡയെ സംബന്ധിച്ച് കാനഡ ഇതുവരെ ഒരു ഒരു സ്മോക്കി നെയ്ബറായിട്ട് അമേരിക്കയുടെ ഒരു 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 കൂട്ടാളിയായിട്ട് നിന്നുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് പോയ ഒരു രാജ്യമാണ്. പക്ഷെ ഇനി അത് കാനഡയ്ക്ക് ശക്തമായിട്ടുള്ളൊരു രാജ്യമായിട്ട് സ്വന്തമായിട്ടുള്ളൊരു ഫീലിങ്ങോടെ ഡിഫൻസും കാര്യങ്ങളും ഒക്കെ ഉത്തരവാദിത്തത്തോടെ ചെയ്യത്തക്ക ഒരു സിറ്റുവേഷൻ കാനഡയ്ക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്പിലും അവർ ഈ ഒരു ആലസ്യത്തിലായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂറോപ്പും കാനഡയും എല്ലാം ഭയങ്കര ആലസ്യത്തിലാണ്. അവർക്ക് ഡിഫൻസിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, കാരണം ഡിഫൻസ് മുഴുവൻ അമേരിക്കയാണ് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം അമേരിക്കയ്ക്ക് ഈ ഭാരിച്ച ഉത്തരവാദിത്വം UN-ഉം യൂറോപ്പും എല്ലാത്തിന്റെയും കൂടെ ഉള്ള മിഡിൽ ഈസ്റ്റിന്റെ എല്ലാം ഉള്ള സെക്യൂരിറ്റി എക്സ്പെൻസും അതിന്റെ ഹെവി എക്സ്പെൻസും എല്ലാം വരികയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്കയുടെ എക്കോണമി ആരും നോക്കും? അമേരിക്കക്കാരുടെ കാര്യങ്ങൾ അമേരിക്കക്കാരെ നോക്കണം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിവേ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. എന്റെ ആദ്യത്തെ ടേക്ക് അതാണ്. നമുക്ക് വീണ്ടും സംസാരിക്കാം. താങ്ക് യു. ബാക്ക് ടു യു നോബൽ. കഴിഞ്ഞ മാസത്തില് നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തില് ട്രംപ് വളരെയധികം കാനഡയെ വിമർശിക്കുകയുണ്ടായി. നിശ്ചിതമായിട്ട് എന്താണ് അമേരിക്ക കാരണമാണ്. എന്തോ എന്നോടാണ് ചോദ്യം? അല്ല, ഞാൻ അടുത്ത ആളിലേക്ക് പോകാന്ന് വിചാരിച്ചു. ഓക്കെ. വേൾഡ് എക്കണോമിക് ഫോറം ദാവോസിൽ വെച്ചതാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തില് എന്താണ് നിശ്ചിതമായിട്ട് കാനഡയെ വിമർശിക്കുകയുണ്ടായി ട്രംപ്. അപ്പോൾ അതിന് തക്ക മറുപടി നമ്മുടെ മാർക്കാണി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം ട്രംപ് പറഞ്ഞതിന് ട്രംപിന്റെ പേരെടുത്ത് പറയാതെ തന്നെ അമേരിക്കയുടെ ഏകാധിപത്യ മനോഭാവം, ടാരിഫ് വെച്ച് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിലും അധീനതയിലാക്കുന്നതിനും എതിരെ ആ ഒരു പ്രവണതയ്ക്കെതിരെ ശക്തമായി മുന്നോട്ട് വരികയുണ്ടായി. ട്രംപ് പറഞ്ഞത് അമേരിക്ക കാരണമാണ് കാനഡ ജീവിച്ചു പോകുന്നത് എന്നുള്ള ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് കാർണി പറഞ്ഞത് കാനഡക്കാരൻ ഞങ്ങളുടെ സ്വന്തം എഫർട്ട് വഴിയാണ് ജീവിച്ചു പോകുന്നത്, അല്ലാതെ ഒരിക്കലും അമേരിക്കയുടെ ജനറോസിറ്റി മുതലെടുത്ത് അല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ തന്നെയും ഈ ഒരു ഏകാധിപത്യ മനോഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ട്രേഡിന്റെ കാര്യത്തിൽ അമേരിക്കയോടുള്ള റിലയൻസിൽ നിന്നും പരമാവധി രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ഇപ്പോൾ നമ്മുടെ കനേഡിയൻ പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും യൂറോപ്യൻ യൂണിയനുമായിട്ടും UK-യുമായിട്ടും കൂടാതെ ചൈനയുമായിട്ട് വരെ ഡീൽ ഒപ്പിടാൻ തയ്യാറായിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ശ്രീ റെജി കൊടുവത്തിനോടാണ്. അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ആദ്യമായിട്ട് അമേരിക്കയും കാനഡയും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും റിലേഷൻഷിപ്സും ഉണ്ട്. അത് മുമ്പോട്ട് പോകും. പിന്നെ പറഞ്ഞതുപോലെ അമേരിക്ക ഇപ്പം ഒരു ഡെറ്റ് ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് ടാരിഫ് ഇടാതെ രക്ഷയില്ല. കാര്യം ഇന്ത്യയിൽ നിന്നോ കാനഡയിൽ നിന്നോ അമേരിക്കയിലേക്ക് എത്തുന്ന സാധനങ്ങൾക്ക് തീരെ ടാരിഫ് ഇല്ല. അതേസമയം അമേരിക്കൻ സാധനങ്ങൾ ഇന്ത്യ, ചൈന പോലത്തെ രാജ്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ 200% വരെ ടാരിഫായിരുന്നു. അതുകൊണ്ട് ഈ ടാരിഫ് യുദ്ധത്തിൽ നേടിയത് അമേരിക്ക തന്നെ. കാനഡയുടെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 85% ട്രേഡും അമേരിക്ക ആയിട്ടാണ്. അമേരിക്ക ടാരിഫ് ഉയർത്തിയപ്പോൾ കാനഡയും ടാരിഫ് ഉയർത്തി. പക്ഷെ അത്രയ്ക്ക് മാത്രം ഉയർത്തിയില്ല എന്ന് മാത്രം. അതിന് പിന്നാടെ അവർക്ക് ചൈനയായിട്ട് ഗ്രാൻഡ് സ്വാപ്പ് അഗ്രിമെന്റ് ഒപ്പിട്ടു. ചൈനയിൽ നിന്നുള്ള ഇലക്ട്രോണിക് വെഹിക്കിൾസ് അത് $35,000 കുറവ് എന്ന് വെച്ചാൽ ടെസ്ലയുടെ പാതി വിലയിലും കുറവ്. അതുപോലെ തന്നെ കാനഡയിൽ നിന്നുള്ള കനോള സീഡ്, ലോബ്സ്റ്റേഴ്സ്, ക്രാബ്സ്, നമ്മുടെ പൾസസ് ഇവയെല്ലാം ചൈന ഇമ്പോർട്ട് ചെയ്തോളാം
അത് ഒരു 4 ബില്യൺ വരെ ട്രേഡ് നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതാണ് ട്രംപിനെ ശരിക്കും ചൊടിപ്പിച്ചത്. ട്രംപ് പറഞ്ഞു കാനഡ വിൽ ബിക്കം എ ഡ്രോപ്പ് ഓഫ് സ്പോട്ട്. ചൈനീസ് സാധനങ്ങൾ കൊണ്ട് ഇവിടെ ഡംപ് ചെയ്ത് അത് അമേരിക്കയിൽ എത്തും. അതുകൊണ്ട് 100% ടാരിഫ് കാനഡയുടെ മുകളിൽ ചുമത്താൻ പോവുകയാണ്. ഡേവോസ് മീറ്റിൽ വെച്ച് ഏക ലോക നേതാവ് ട്രംപിനെതിരെ സംസാരിച്ചത് മാർക്ക് കാർണി മാത്രം. അദ്ദേഹം നേരെ പറഞ്ഞു, ഇഫ് യു ആർ ഓൺ ദ ടേബിൾ ദെൻ ഇഫ് യു ആർ നോട്ട് ഓൺ ദ ടേബിൾ ദെൻ വി ആർ ഓൺ ദ മെനു എന്ന് വെച്ചാൽ വല്ലവരും നിന്നെ ശാപിടും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് നമ്മുടെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ മുമ്പോട്ട് പോകുന്നത് പ്രയാസമാണ്. ഇന്ത്യയായിട്ടുള്ള ബന്ധങ്ങൾ കാനഡ ഇപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യയായിട്ടും ഈ സാധനങ്ങൾ, പ്രത്യേകിച്ചും തടി, പൾസസ്, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഇതിനൊക്കെ ഒരു ട്രേഡ് അഗ്രിമെന്റിന് വഴി തുറക്കാൻ ഇരുന്നപ്പോഴാണ് അമേരിക്ക ഇന്ത്യയിലോട് പറഞ്ഞത് നിങ്ങൾ ഇത്രയും ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരക്ഷരം പോലും മിണ്ടാതെ അതിൽ ഒപ്പിട്ടിരിക്കുകയാണ്. അത് ചൈനയ്ക്ക്, അതുകൊണ്ട് ചൈനയായിട്ട് കാനഡ കൂടുതൽ അടുക്കാനാണ് ട്രേഡ് റിലേഷൻഷിപ്പിൽ സാധ്യത. പിന്നെ ഡിഫൻസ്, നേറ്റോയ്ക്കകത്ത് ഈ രാജ്യങ്ങൾ യൂറോപ്പിൽ നിന്നുള്ളതും കാനഡയും അമേരിക്കയും എല്ലാവരും ഭാഗമാണ്. എല്ലാവരും അവരവരുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് അതിൻ്റെ ചെലവിൻ്റെ 3-4 ഇരട്ടി പൈസയാണ് അമേരിക്ക മേടിക്കുന്നത്. അത് ഫ്രീ അല്ല. അതുകൊണ്ട് ഡിഫൻസ് ഡീൽസ് അമേരിക്കയുടെ ആവശ്യവും ഇസ്രായേലി ലോബിയെ പിണക്കാനും പറ്റിയല്ല. കാര്യം ഇവിടെ യൂതന്മാരെ പിണക്കാൻ പോയാൽ നിലനിൽപ്പില്ല അമേരിക്കയിലെ ഒരു പ്രസിഡന്റിനും. അത് ജിമ്മി കാർട്ടറിന്റെ സമയത്ത് അത് തെളിയിച്ചതാണ്. പിന്നെ ട്രംപ് ചെയ്യുന്നത് ചുമ്മാ ഒരു ദിവസം എഴുന്നേറ്റ് പറയുന്നതല്ല. ഒരു പ്രസിഡന്റിന് എക്കണോമിക് ടീം, അഡ്വൈസർ ടീമുണ്ട്. അവർ കൊടുക്കുന്ന ബ്രീഫിംഗ് ആണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ ആലോചിച്ച് തന്നെയാണ്. അതുകൊണ്ട് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പം കാനഡയും അമേരിക്കയും മെക്സിക്കോ ആയിട്ടുള്ള കനേഡിയൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ അഗ്രിമെന്റ് കസ്മ, അത് ജൂലൈ 1 തീയതി അതിൻ്റെ മുകളിൽ വീണ്ടും ജൂലൈ 1 തീയതി തൊട്ട് പുതിയ അഗ്രിമെന്റ് വരണം. അത് വരുമ്പോൾ നമുക്കറിയാം യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നുവെന്ന്. താങ്ക് യു. ട്രംപിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്വന്തം പാർട്ടിക്കാര് റിപ്പബ്ലിക്കൻ MPs വരെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന വോട്ടിങ്ങില് കാനഡയിലെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ടാരിഫ് പിൻവലിക്കണമെന്നുള്ള ആവശ്യത്തില് വോട്ട് ചെയ്ത് ആ ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അപ്പോൾ ട്രംപിന്റെ ജനപ്രീതി US-ലും ഇടിയുകയാണോ? എന്തു പറയുന്നു ശ്രീ ജോസഫ് നമ്പിമഠം? ഇത് എല്ലാവരും ഒരു ട്രംപിന്റെ അസ്ഥിരതയെ ആണ് ഇന്ന് പറയുന്നത്, രാവിലെ പറയുന്നത്, അല്ല വൈകിട്ട് പറയുന്നത്, ഇങ്ങനെയൊക്കെ പറയുന്നത്, അതിനകത്തൊന്നും കാര്യമായ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഒരു സത്യം. ട്രംപ് ഇത്രയും കാലമായിട്ട് ട്രംപിന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ ശരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അദ്ദേഹം ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിക്കൊണ്ടുള്ള പിന്നെ കലാപരമായ രംഗത്തും പുസ്തക പ്രസിദ്ധീകരണം എഴുതി അങ്ങനെ വളരെ ഒരു ശക്തമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. അത് അദ്ദേഹം ചുമ്മാതെ ഈ വീമ്പുവാക്ക് പറയുകയോ അല്ലെങ്കിൽ അത് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ കഴിവുള്ളിടത്തോളം അദ്ദേഹം സമാധാനപരമായ മാർഗത്തിൽ പോകുന്ന ആളാണ്. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അടിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നോക്കും, നടക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചിരിക്കുകയും ചെയ്തു. അത് മനസ്സിലായി കണ്ടതാണ്. ഒരു രാജ്യത്തിൻ്റെ പിന്നെ അവരുടെ സ്ഥലത്ത് കയറി പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. പക്ഷേ അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണെന്ന് പറയുന്നവരുമുണ്ട്, തെറ്റാണെന്ന് പറയുന്നവരുമുണ്ട്.
പക്ഷേ അതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരുന്നാലേ നമുക്കറിയത്തുള്ളൂ. നമ്മൾ അമേരിക്കയുടെയും കാനഡയിലെയും ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന വെനിസ്വേലയിലെ എണ്ണ മുഴുവൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് റഷ്യ, ചൈന, ഇറാൻ ഒക്കെയാണ്. അവരിൽ നിന്ന് അത് പിടിച്ചെടുക്കുക, അതായിരുന്നു മെയിൻ ഉദ്ദേശം. അതായത് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഖത്തറോ സൗദി അറേബ്യയോ ഇങ്ങനെയുള്ള ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസിൻ്റെ കൺട്രോള് അമേരിക്കയിലാണ്. അവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും അവരുടെ ഡിഫൻസിനെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ തന്നെ സ്ഥിതിയെ പിന്നെ അവരുടെ സ്ഥിതി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഈ വെനിസ്വേല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഓയിൽ റിച്ച് കൺട്രിയാണ്. അതിൻ്റെ കൺട്രോളും കൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ ലോക എണ്ണ വിപണിയിൽ ഏതാണ്ട് 85% അല്ലെ അതിലധികമോ ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. പിന്നെ വേണ്ടത് നമുക്കറിയാം, ഈ പിന്നെ രാജ്യത്തിന് വേണ്ട ഇപ്പം പ്രത്യേകിച്ച് ഈ AI ടെക്നോളജിയും ഒക്കെ വികസിച്ച് വരുമ്പോഴത്തേക്കും റെയർ എർത്ത് മിനറൽസ്, വെള്ളി, സ്വർണം പോലുള്ള റെയർ മെറ്റൽസ്, ഇതെല്ലാം അമേരിക്കയ്ക്ക് കൺട്രോൾ ആവശ്യമാണ്. അതായത് ചൈന റെയർ എർത്ത് എക്സ്പോർട്ട് നിർത്തിയപ്പോൾ അതിന് പകരമായ മറ്റു മാർഗങ്ങൾ കണ്ടുപിടിക്കേണ്ടത് US-ൻ്റെ ആവശ്യമാണ്, ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണ്, പ്രത്യേകിച്ച് US-ന്റെ മേധാവിത്വം നിലനിർത്തുന്നതിന് ആവശ്യം. അതിനു വേണ്ടി ചില പൊടിക്കൈകളൊക്കെ അദ്ദേഹം ഇപ്പം ന്യൂസിലൻഡ് സ്വന്തമാക്കണമെന്ന് ന്യൂസിലൻഡ് അല്ല, സോറി, ഗ്രീൻലാൻഡ് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം അദ്ദേഹം വെനിസ്വേലയിൽ ചെയ്തതുപോലെ കയറി ആക്രമിച്ച് അവിടെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല. തന്നെ കാനഡ, മെക്സിക്കോ ഏറ്റവും കൂടുതൽ അമേരിക്കയുടെ ബോർഡർ പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് കാനഡയും മെക്സിക്കോയും. ഈ രണ്ട് രാജ്യങ്ങളിൽ കൂടിയാണ് ഏറ്റവും അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ടുള്ള ഇമിഗ്രേഷനും മയക്കുമരുന്നിൻ്റെ കച്ചവടവും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു സത്യമാണ്. അപ്പോൾ ഇതിനൊക്കെ തടയിടണമെങ്കിൽ ഒന്നുകിൽ ആ ബോർഡർ കൂടെയുള്ള കുടിയേറ്റം നിയന്ത്രിക്കാൻ രണ്ട് രാജ്യങ്ങളും സഹകരിക്കണം. അതിന് സഹകരിപ്പിക്കാനുള്ള മാർഗങ്ങളാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കണമെന്ന് അദ്ദേഹം പറയുന്നതിൽ പിന്നെ കനേഡിയൻസ് അതിനെ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു എനിക്കറിയില്ല. പക്ഷേ ആ പറച്ചിലിൽ അങ്ങനെ നാളെ അങ്ങോട്ട് കയറി വെനിസ്വേല കീഴടക്കി പോലെ കാനഡയിൽ കയറി ഒരു അറ്റാക്ക് നടത്തി അവിടെ പിടിച്ചെടുക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അത് ഒരിക്കലും ചെയ്യാനും പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ അവരെ കൊണ്ട് നടപടികൾ എടുപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈ കാനഡയിലെയും മെക്സിക്കോയിലെയും പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഈ ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ളത് ഈ രണ്ട് കാര്യങ്ങളാണ്. പിന്നെ അവരെ കൊണ്ട് ഈ അല്പം ഫോഴ്സ് ഉപയോഗിച്ച് വരുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇപ്പം അദ്ദേഹത്തിന് പാർട്ടി സപ്പോർട്ട് കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ താൽക്കാലികമായിട്ട് കുറച്ച് ഇടിവൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ അമേരിക്ക ഫസ്റ്റ് നയം നടപ്പാക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം നടപ്പിലാക്കിയിരിക്കുകയും ചെയ്യും. അതെനിക്ക് ഉറപ്പുണ്ട്. ഇനി 2-3 വർഷം കൂടെ ഉള്ളെങ്കിലും അതിനോടകം ഇനി ഓംലെറ്റ് ഉണ്ടാക്കണമെങ്കിൽ, രുചികരമായ ഓംലെറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം മുട്ട പൊട്ടിക്കണം. അതായത് യു ഹാവ് ടു ബ്രേക്ക് ആൻ എഗ് ടു മേക്ക് ആൻ ഓംലെറ്റ് എന്ന് പറഞ്ഞതുമാതിരി ആകെ ഒരു ഉടച്ചു വാർക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളും പ്രവൃത്തികളും പോകുന്നത്. അതായത് ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അല്പം ബലപ്രയോഗം കൊണ്ടോ ഒക്കെ ആയാലും ഈ നടപ്പാക്കുകയും ചെയ്യും. അമേരിക്ക ഇന്ന് അദ്ദേഹം നടത്തുന്ന പോലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയില്ല എങ്കിൽ അമേരിക്ക എന്ന രാജ്യം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയപ്പോഴാണ് അമേരിക്കയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു രക്ഷകൻ പോലെയാണ് ട്രംപിന് ഇത്രയും വലിയ മാൻഡേറ്റ് കൊടുത്ത് തിരഞ്ഞെടുത്തത്. ആ തിരഞ്ഞെടുത്തവർക്ക് ഇപ്പോൾ ആ മനുഷ്യരുടെ ഇടയിൽ അല്ലെങ്കിൽ വോട്ടേഴ്സിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടിട്ടില്ല. താൽക്കാലികമായി കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അൾട്ടിമേറ്റ്ലി ഹി വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ് എനിക്ക് പിന്നെ എൻ്റെ വിശ്വാസം. പിന്നീട് മറ്റു ചില കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പറയാനുണ്ട്. പക്ഷേ അത് നമുക്ക് ആസ് വി ഗോ വി ക്യാൻ ഡിസ്കസ് ഇറ്റ് മോർ. But I don't think his popularity has anything to do with what he is doing, especially ഈ ഐസിൻ്റെ ഒക്കെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഒരു എന്തുമാത്രം അമേരിക്കയെ ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്തുമാത്രം 10
എനിക്ക് കണക്ക് കൃത്യമായിട്ട് അറിയില്ല, ഏതാണ്ട് പിന്നെ ബില്യൺസ് ഓഫ് അല്ല 20 മില്യണോ അതിൽ കൂടുതൽ ആൾക്കാരാണ് ഇവിടെ അനധികൃതമായി കുടിയേറിയിട്ടുള്ളത്. അത് സത്യത്തിൽ എല്ലാ പ്രസിഡന്റുമാരും മുൻ പ്രസിഡന്റുമാരും രാഷ്ട്രീയ കക്ഷികളും അമേരിക്കൻ ജനതയിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ചെയ്തത്. അറിയത്തില്ലായിരുന്നു. പക്ഷേ ട്രംപ് എക്സ്പോസ്ഡ് ഓൾ ദീസ്. ഇവരെ എന്തുമാത്രം അഴിമതികൾ നടത്തുന്നുണ്ടായിരുന്നു, എന്തുമാത്രം ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒബാമ ഇരുന്ന കാലത്ത് ഏതാണ്ട് 1 മില്യൺ വിസ മുസ്ലിങ്ങൾക്ക് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ മിനസോട്ടയിലെ അവരുടെ ശക്തമായ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇമിഗ്രേഷൻ ഉണ്ടാവുകയും അവരുടെ ഒരു ഇൽഹാൻ ഒമാറിനെ പോലുള്ള ഒരാളെ തിരഞ്ഞെടുക്കത്തക്ക വിധം അവരുടെ വോട്ടർ ബാങ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ള ഒരു സത്യമാണ്. അപ്പം അതുകൂടാതെ ഈ സൊമാലിയ ആൾക്കാർ അവിടെ വന്നിട്ട് ഇല്ലീഗലായിട്ടുള്ള ഒത്തിരി പിന്നെ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്. വെറും പേപ്പർ ബിസിനസ്സാണ് അത്. അതിൻ്റെ മറയിൽ കൂടി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവിടുത്തെ ഗവർണറായിട്ടിരുന്ന ആള് കഴിഞ്ഞ പിന്നെ ഇലക്ഷന് ഇവരുടെ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിച്ച ടിം വാൾസ് അല്ലേ എന്നാണ് എൻ്റെ പേര് ഓർമ്മ, അവരൊക്കെയാണ് അവിടുത്തെ ഗവർണർ ഇപ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഈ രാജ്യത്ത് നടക്കുന്ന അഴിമതികൾ, ഇല്ലീഗൽ ഇമിഗ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയുടെ പിന്നെ സ്ഥിതി ഒരുമാതിരി അപകട സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ട്രംപ് ജനം കൊടുത്ത ആ മാൻഡേറ്റ് വീണ്ടും തുടരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ കൂടുതൽ പറയാനുള്ളത് പിന്നീട് നമുക്ക് ചേർക്കാം. ലോക നേതാക്കളുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഏറ്റവും തല ഉയർത്തി നിൽക്കുന്ന ഒരു നേതാവായിട്ട് വളരാൻ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്കയെ തന്നെ ഒരു വേൾഡ് എക്കണോമിക് ഫോറം പോലുള്ള ഒരു വേദിയിൽ വെച്ച് ട്രംപിനെ പേരെടുത്ത് പറഞ്ഞെങ്കിൽ പോലും അമേരിക്കയുടെ നിലപാടുകളെ നിശ്ചിതമായിട്ട് വിമർശിച്ചു. അതോടൊപ്പം തന്നെ ട്രേഡ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. UK, യൂറോപ്യൻ യൂണിയൻ, അതുപോലെ തായ്ലൻഡ്, പിന്നെ ഇന്ത്യ, അതുപോലെ തന്നെ ചൈനയുമായിട്ടും ഡീൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ട്രംപിനെ വല്ലാതെ നിരാശനാക്കിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ഒരു ഡിസപ്പോയിന്റഡ് ആയിട്ടുള്ള ഒരു ടോണിലാണ് സംസാരിച്ചത്. കാനഡ US വേണ്ടത്ര നന്ദി കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കുന്നത് നന്ദികേടാണ്. അതുപോലെ നിങ്ങൾ ഈ ട്രേഡുമായിട്ട് മുമ്പോട്ട് പോയാൽ അത് നിങ്ങളുടെ നാശത്തിനായിരിക്കും, ചൈന നിങ്ങളെ വിഴുങ്ങിക്കളയും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ 100% ടാരിഫ് ഏർപ്പെടുത്തും. ഇത് US അല്ലെങ്കിൽ ട്രംപിന്റെ തന്നെ ഒരു നിരാശയിൽ നിന്നും വരുന്ന ഒരു പ്രകടനമല്ലേ എന്നാണ് ഞാൻ ശ്രീ കോരസൻ വർഗീസിനോട് ചോദിക്കാനുള്ളത്. കാരണം ട്രംപിന്റെ ഏറ്റവും വലിയ പിടിവള്ളിയായിരുന്നു കാനഡയുമായിട്ടുള്ള കാനഡയെ ടാരിഫിന്റെ അതൊരു നെഗോഷിയേഷൻ പ്രോസസ്സായിരുന്നു. പക്ഷെ അത് ആ ഒരു കെട്ട് പൊട്ടിച്ച് ഇനിയിപ്പോൾ ജൂലൈ 1 യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ ആ കരാറിൽ നിന്നും ആ കരാറിന് നന്നായിട്ട് കാനഡയ്ക്ക് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്യാൻ തക്കവണ്ണം ഒരു പ്രഷർ ചെലുത്താൻ കാനഡയ്ക്കുള്ള ഒരു ബാർഗൈനിങ് പവർ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാനഡയുടെ ഒരു അധീശത്വം അല്ലെങ്കിൽ കാനഡയുടെ ഒരു പ്രസക്തി കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കാൻ ട്രംപിന് കഴിയാൻ ട്രംപിന്റെ അതിനു വേണ്ടിയുള്ള ശ്രമത്തിന് ഏറ്റ ഒരു അടിയായിട്ട് ഇതിനെ കാണുന്നുണ്ടോ? എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? നല്ലൊരു ചോദ്യമാണ്. അമേരിക്കയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാനഡയുമായിട്ട് കമ്പയർ ചെയ്യാൻ മേലാത്ത അന്തരമുണ്ട് അതിന്റെ എക്കോണമിയിൽ. അപ്പൊ ഒരിക്കലും ഈ കാനഡയുടെ അതിശയത്വം എന്നൊക്കെ പറയുന്നത് ഇച്ചിരി അതിശോക്തിയുള്ള വാക്കാണ്. കാരണം അതിന്റെ വോളിയം ഓഫ് ട്രേഡ് ആൻഡ് വോളിയം ഓഫ് എക്കോണമി വെച്ച് നോക്കുമ്പോൾ അതിന്റെ
അതിന്റെ ശക്തിയും കൂടെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാവുന്ന ഒരു ലെങ്ത്തിലല്ല ഈ രണ്ട് രാജ്യങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, കാനഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി ചെയ്ത പ്രസംഗം, ഡാവോസിൽ ചെയ്ത പ്രസംഗം ലോകം വളരെ സാഹൂതം വീക്ഷിച്ചതാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും ആ പ്രസന്റേഷനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല പ്രാവശ്യം അദ്ദേഹത്തിന്റെ സ്പീച്ച് ഓരോ ലൈൻ ബൈ ലൈൻ ഞാൻ കേൾക്കാൻ ഇടയായി. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസംഗം, ഇത്രയും ധൈര്യമായിട്ട്, ഇത്രയും വളരെ കറേജിയസ് ആയിട്ട്, മനസ്സിൽ നിന്ന് ഇമോഷൻസ് മുഴുവൻ വെച്ചുകൊണ്ട്, ഒരു രാജ്യത്തിന്റെ സ്പന്ദനങ്ങൾ മുഴുവൻ വഹിച്ചുകൊണ്ട് ആ ഒരു പ്രഷറിൽ ചെയ്ത പ്രസംഗം, അത് ഒരിക്കലും ഒരു ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രസംഗമായിരുന്നു. അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അതിന്റെ മെറ്റഫർ യൂസ് ചെയ്ത ഇഫ് യു ആർ നോട്ട് ഓൺ ദി ടേബിൾ യു ആർ ഇൻ ദി മെനു എന്നൊക്കെ പറയുന്ന ആ മെറ്റഫർ. അതുപോലെ തന്നെ ബ്രിഡ്ജിന്റെ കഥകൾ പറയുന്നുണ്ട്. പിന്നെ ഒരു ചെക്ക് ഓപ്പോസിഷൻ ലീഡർ നിൽക്കുന്ന പുള്ളിയുടെ പേര് ഒരു ഡിസിഡന്റ് ഹാവൽ, അദ്ദേഹം പറഞ്ഞത് ദി പവർ ഓഫ് ദി പവർലെസ്, എവരി വൺ പുട്ട് എ സൈൻ ഓൺ എ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന ഒരു മെറ്റഫർ പറയുന്നുണ്ട്. കടയിലെ വാതിക്കൽ എല്ലാവരും എഴുതി വെക്കുന്നു, എല്ലാവരും ഈ പറയുന്ന ഞങ്ങളുടെ ഭരണത്തോട് എല്ലാവർക്കും വളരെ മതിപ്പാണെന്ന് ഇങ്ങനെ പറഞ്ഞ് എല്ലാ കടക്കാരും എഴുതി വെക്കുന്നു. കടക്കാരനും അതിനകത്ത് വിശ്വാസമില്ല, കാണുന്നവർക്കും വിശ്വാസമില്ല, പക്ഷെ ഇങ്ങനെ എഴുതി വെക്കുന്നു. ഇറ്റ്സ് എ ടൈം ടു ടേക്ക് ഡൗൺ ദി സൈൻ എന്ന് പറഞ്ഞ ആ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്പീച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സ്പീച്ച് തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണ്, ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ്, ടെക്നോക്രാറ്റ് ആണ്. വാട്ട് ഹീസ് ടോക്കിംഗ് ഈസ് അബൌട്ട് ഡേറ്റ. അദ്ദേഹത്തിന് മുമ്പിലുള്ള കണക്കുകൾ വെച്ചിട്ട് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഒരു റെഗുലേറ്റഡ് ക്യാപിറ്റലിസത്തിനും ഒരു ഗ്ലോബൽ കോഓപ്പറേഷൻ ഇതൊക്കെ മുമ്പ് വെച്ചിട്ടുകൊണ്ടാണ് മാർക്ക് കാർണി ഈ കാനഡയുടെ നേതൃത്വം ഏറ്റെടുത്തത്. അപ്പം അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ പിന്താങ്ങുന്നുണ്ട്. അതേസമയം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വിധിയല്ല ഇപ്പോഴ് ഈ ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിനകത്ത് വന്നേക്കുന്ന വ്യത്യാസങ്ങൾ. അത് നമുക്കറിയാം, നമ്മുടെ ട്രംപിയൻ ചിന്താഗതി തന്നെയാണ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ഫിലോസഫർക്ക് ഇങ്ങനെ പറ്റി പറയുന്നുണ്ട്, ഒരിക്കലും ഒരു ബിസിനസ്സുകാരനെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാക്കരുത് എന്ന് 3000 വർഷം മുമ്പ് ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം എപ്പോഴും ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ബാർഗെയിൻ ആ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരാളായിരിക്കും മിക്കവാറും ഒരു ബിസിനസ്സുകാരനാവുക. അത് എപ്പോഴും ലാഭം നോക്കുക. ഒരു സ്റ്റേറ്റ്സ്മാൻ ഒരിക്കലും ലാഭമല്ല നോക്കണം, ഒരു മനുഷ്യത്വമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ വേണം രാജ്യം ഭരിക്കാൻ എന്ന് ഈ ആയിരക്കണക്കിന് വർഷം മുമ്പ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ട്രംപിനെ സംബന്ധിച്ച് ഹി വാസ് എ പക്ക ബിസിനസ്മാൻ. ന്യൂയോർക്ക് സിറ്റിയിൽ റിയൽ എസ്റ്റേറ്റ് നടത്തുകയും അദ്ദേഹം എത്രയോ രീതിയിൽ ഗുണവും ദോഷവും പല രീതിയിലൊക്കെ പല ട്രിക്കുകളൊക്കെ ചെയ്താണ് അദ്ദേഹത്തിന്റെ എംപയർ അദ്ദേഹം വലുതാക്കിയത്. അതിന്റെ ട്രേഡ് ബിസിനസ് അങ്ങനെയാണ്. ഒരു നാഷണലിസ്റ്റ് അജണ്ട അദ്ദേഹത്തിന്റെ പുറകിലുണ്ട്. ആ ഒരു നാഷണലിസ്റ്റ് അജണ്ടയാണ് അദ്ദേഹത്തെ ഈ രീതിയിലോട്ട് കൊണ്ടുവന്നത്. അതെന്തും വേണ്ടി ഈ രാജ്യത്തിനും സമൂഹത്തിനും ദ്രോഹം ചെയ്യുന്നു എന്നുള്ളത് ഇനിയും വരുന്ന ദിവസങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. ഒരു കൺഫ്രൺട്രേഷനിൽ ആരോടും തർക്കിക്കുകയും ആരോടും എന്തും പറയും എന്നുള്ള ഒരു ധൈര്യത്തോടെ, അത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ എംപയർ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ട്രംപ് എംപയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്തൊന്നും അദ്ദേഹത്തെ പുറകോട്ട് മാറ്റാനായിട്ട് സാധിക്കില്ല. അതിന്റെ ഒരു നാഷണലിസം പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ക്രീനിൽ അദ്ദേഹം മുമ്പോട്ട് വരികയും അദ്ദേഹത്തിന്റെ അജണ്ടകൾ അദ്ദേഹത്തിന്റെ രീതിയിൽ നടപ്പാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുന്നത്. ഡീൽസ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ഉണ്ടാക്കി ആർക്ക് കൊടുത്തു വാങ്ങി അതിനകത്ത് എനിക്ക് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് മാത്രമാണ് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ എപ്പോഴും നിൽക്കുന്നത്. ഇപ്പൊ തന്നെ മിഷിഗണിൽ ഒരു പുതിയ ബ്രിഡ്ജ് ഉണ്ടാക്കി കാനഡ. ഐ തിങ്ക് കാനഡ പേഡ് ദി എൻറ്റയർ എമൗണ്ട്. ഇപ്പൊ ട്രംപ് പറയുന്നു ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് കാനഡ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ ആ പകുതി അവകാശം ഞങ്ങൾക്കുള്ളതാണ്, അത് ഓപ്പൺ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തിനും വില പറഞ്ഞ് മെച്ചമായിട്ട് അത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വില കുറച്ചിലില്ല. ആ ഒരു സമൂഹത്തിന്, ഒരു രാജ്യത്തിന് വേണ്ടി വില പേശാൻ ധൈര്യമുള്ള ഒരു പ്രസിഡന്റാണ് ഇന്ന് അമേരിക്ക ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തോട് യോജിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ചില കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് പൊതുവിൽ അദ്ദേഹത്തോടുള്ള മതിപ്പുണ്ട്. പക്ഷേ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ വല്ലാണ്ട് മുമ്പോട്ട് പോയി. അത് അമേരിക്കൻ പൗരന്മാരെ തന്നെ
കൊല്ലുന്ന ഐസിസിന്റെ അതിക്രമങ്ങൾ സഹികെട്ടിട്ട് ഇപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. ആൾക്കാർ ഉദ്ദേശിക്കുന്ന, ജനങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഈ നടപടികൾ വരുന്നത്. നമുക്കറിയാം, ഒബാമ ഇവിടെ ഇടയ്ക്ക് പറഞ്ഞു ഒബാമ 1 മില്യൺ മുസ്ലിംസിനെ കൊണ്ടുവന്നു എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു 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 നിരീക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിന്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഒബാമയുടെ സമയത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 മില്യൺ ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്ത് ഡിപ്പോർട്ടേഷൻ പ്രസിഡന്റ് എന്നാണ് ഒബാമയെ പറ്റി പറയുന്നത്. എന്നാൽ സൊമാലികളെ ഇവിടെ കൊണ്ടുവന്നത് പ്രസിഡന്റ് ബുഷിന്റെ സമയത്താണ്, അവിടുത്തെ പ്രോസിക്യൂഷന്റെ കാര്യത്തിൽ. അപ്പം ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഇങ്ങോട്ട് വന്ന കാലഘട്ടത്തിൽ ഇമിഗ്രേഷനെ സംബന്ധിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കണക്കുകളും ഈ സങ്കേതങ്ങളൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഫ്ലോ ഉണ്ട്. ഒരിക്കലും ഒരു പ്രസിഡന്റ് തന്നെയല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ആ എടുക്കുന്ന ആ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്. ആ കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് ഇതുവരെ വന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിലെ മുമ്പോട്ടുള്ള പോക്കിൽ അതിന്റെ ഗതിയിൽ പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഓൾ ഔട്ട് വെന്റ് ഔട്ട്, ഇത് വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഇന്ന് അമേരിക്ക ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റീസെറ്റ് ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും. അതിന്റെ സെറ്റിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിനും അമേരിക്കയ്ക്ക് ഗുണകരമായ ചില കാര്യങ്ങളിലൂടെ ആയിരിക്കണം ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ക്ലൈമറ്റിനെ സംബന്ധിച്ച് മർഖാനി പറഞ്ഞേക്കുന്നത് എപ്പോഴും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഒരിക്കലും എക്കോളജിക്കൽ എതിരായിരുന്നില്ല. പക്ഷെ അമേരിക്ക അത് പാടെ തള്ളിക്കളഞ്ഞു. അപ്പം ഇതിനകത്ത് എമിഷൻസും ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10-20 വർഷത്തിനകം പല നഗരങ്ങളും വെള്ളത്തിനടിയിലാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത് എന്തൊക്കെ വ്യവസ്ഥകൾ ലോകത്തിലുണ്ടാക്കി ആണ് ഇന്ന് പിടിച്ചു നിൽക്കുന്ന കാർബണിന്റെ എമിഷൻസിന്റെ കൺട്രോളും ഇതുപോലെ ഇലക്ട്രിക് കാഴ്ച ഒക്കെ കൊണ്ടുവരുന്നത് എത്ര കാലത്തെ ആലോചനയുടെ ഭാഗമാണ്. പക്ഷെ അത് പടിപടിയായിട്ട് കൊണ്ടുവന്നത് അത് മുഴുവൻ ഒരൊറ്റ തീരുമാനത്തോടെ തിരിച്ചടിക്കുന്ന ഒരു ലോകത്തെ ഒരു വിപത്തിലേക്ക് നയിക്കുന്ന ഒരു സിറ്റുവേഷനും നമ്മുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് ആർക്കും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. ഒരു മനുഷ്യന്റെ ഒരു ദുശാഠ്യത്തിന് മുമ്പിൽ ഒരു ലോകം തലകുനിക്കുന്ന ഒരു സിറ്റുവേഷനോടെ വന്നുകൂടുന്നില്ല. ആ രീതിയിൽ കൂടെ നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ കാനഡയില് ഇവിടെ പറഞ്ഞു ടാരിഫിന്റെ ബെനിഫിറ്റ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു വർഷത്തെ 2025 കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ സാധാരണ ഒരു ആവറേജ് ഫാമിലി $1000 കൂടുതൽ ചെലവാക്കേണ്ടി വന്നു. 2026 എസ്റ്റിമേറ്റ് അനുസരിച്ച് $1300 ഈ ഓരോ അഡീഷണൽ ഫാമിലിയും എക്സ്ട്രാ ഇനി ചെലവാക്കേണ്ടി വരും ഈ ടാരിഫ് കൊണ്ട്. ടാരിഫിന്റെ 95% ഇവിടുത്തെ ബിസിനസ്സുകാരും കസ്റ്റമേഴ്സുമാണ് പിന്നെ അതിന്റെ കോസ്റ്റ് ബിയർ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ചൈനയോ അമേരിക്കയോ ഇന്ത്യയോ ഒന്നും കാനഡയോ ഒന്നും അല്ല. ഇവിടുത്തെ ഇതിന്റെ മുഴുവൻ അഡീഷണൽ ടാക്സ്, ഈ ടാക്സ് മുഴുവൻ കൊടുക്കുന്നത് സാധാരണ ഇവിടുത്തെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ഞങ്ങളാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ കോസ്റ്റ് കൂടിക്കൊണ്ട് വരിക. ഇതേ സിറ്റുവേഷൻ കാനഡയ്ക്കും ഉണ്ട്. കാനഡയുടെ GDP 2% കുറയും. $1700 കനേഡിയൻ ഡോളർ ഓരോ കുടുംബത്തിനും അടുത്ത വർഷം ചെലവ് കൂടും. ഇങ്ങനെയുള്ള റീസെറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് മാറിക്കോളാം. നമ്മൾ എനിക്ക് തോന്നുന്നൊരു 10-50 വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗ്ലോബലൈസേഷനെ പറ്റിയായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു എക്കണോമിക് ഫോറം ഓപ്പൺ ആക്കാൻ പാടില്ല. പ്രൊട്ടക്ഷനിസം ഓരോ രാജ്യത്തിനും ആവശ്യമാണ് എന്ന് പറഞ്ഞത് എനിക്ക് നമ്മുടെ കേരളത്തിലൊക്കെ സമരം ചെയ്ത കഥകളും നമ്മൾ എന്തിനു വേണ്ടി ആർട്ടിക്കിളുകളൊക്കെ വായിച്ചിട്ടുണ്ട്. ഗ്ലോബലൈസേഷൻ അന്ന് ആർക്കും പിടിച്ചു നിർത്താനാകാത്ത ഒരു സംഭവമായിട്ട് ഓപ്പണായി. ആ ഒരു വേലിയേറ്റത്തിൽ അമേരിക്കയുടെ മാത്രമല്ല രാജ്യങ്ങൾ മുഴുവൻ പ്രോസ്പെറസ് ആയി. ഇന്ത്യയും ചൈനയും കടക്കണിയിലായിരുന്ന ജപ്പാനും തൈവാനും ഇങ്ങനെ സമൃദ്ധമായ ജനങ്ങളുടെ ഈ ലോകത്തിലൊരു വലിയ ഒരു മുന്നേറ്റം ഗ്ലോബലൈസേഷൻ കൂടെ ഉണ്ടായി. പക്ഷെ അവിടെ ഒരു രാജ്യത്തിന് ഒത്തിരി കടമുണ്ടായി, അത് അമേരിക്കയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു പകരം ചോദ്യമാണ് ഇപ്പോഴ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 50 വർഷം ഉറക്കത്തിലായിരുന്ന യൂറോപ്പും 50 വർഷത്തിൽ വളരെ തണുപ്പൻ നയം സ്വീകരിച്ചിരുന്ന കാനഡയും ഒക്കെ ഒരു ഉണർത്തെഴുന്നേൽപ്പിന്റെ ഭാഗത്താണിത്. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ലോകത്തിന് ഈ ഒരു ഷേക്കിംഗ്, ഈ ഒരു ട്രംബ്ലിംഗ്, ഈ ഒരു പരിഭ്രാമം അത് ഓരോ രാജ്യത്തിനും നല്ല ഒരു ഭാവിക്കായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഓരോ വെല്ലുവിളിയും പുതിയൊരു ഓപ്പർച്യൂണിറ്റിക്ക് വഴി തുറക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മാർക്കാണി ചെയ്തിരിക്കുന്നത്
അതിനെപ്പറ്റി പല രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ അതിന് പിന്തുണയും കനേഡിയൻസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഒരു വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ 49,000 RV ആണ് വെറും 6% ടാരിഫിൽ ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഡീൽ ആയിരിക്കുന്നത് ചൈനയുമായിട്ട്. അതുപോലെ തന്നെ അത് തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, കനേഡിയൻ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ ബാധിക്കില്ലേ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സംശയം ഈ ഭാഗത്ത് ശ്രീ റെജി കൊടുവത്തിനോട് ചോദിക്കാനുള്ളത്, നമ്മൾ ഒരു ലോകഭീമന്റെ പിടിയിൽ നിന്നും അധീശത്വത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ വേറൊരു ലോകഭീമന്റെ കക്ഷത്തിൽ പോയി തല വെച്ച് കൊടുത്തിരിക്കുകയാണോ? ഇത് ഇൻ ദി ലോങ് റൺ കാനഡയ്ക്ക് ഒരു ഭീഷണിയായി മാറില്ലേ? ഒരു വശത്തു നിന്ന് അമേരിക്കയും ഒരു വശത്തു നിന്ന് ചൈനയും കൂടി നമ്മളെ ഭാവിയിൽ നമ്മുടെ സ്വന്തമായ ഒരു ഇതിനെ നഷ്ടപ്പെടുത്തില്ലേ? ഒന്നുകിൽ നമുക്ക് ചൈനയുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ നിൽക്കണം എന്നൊരവസ്ഥ. ഇപ്പോൾ ഈ ഒരു ബാലൻസിങ് പോലും നമുക്ക് ഒരു നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണോ, അല്ലെങ്കിൽ ഭാവിയിൽ ആ ഒരു സിറ്റുവേഷനിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അത് ഡാവോസ് മീറ്റില് മക്കാർണി പറഞ്ഞ പോലെ ടേക്കിംഗ് ദ സൈൻ ഔട്ട് ഓഫ് ദ വിൻഡോ. ഒരു സിംഗിൾ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മുതലാളിയുടെ കീഴിൽ കഴിയാതെ ഡൈവേഴ്സിഫിക്കേഷൻ ഈസ് ദ ഓർഡർ ഓഫ് ദ ഡേ. അതാണ് മക്കാർണി മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ചൈന ആയിട്ടുള്ള ഗ്രാൻഡ് സ്വീപ്പ് അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് ട്രംപിനെ ചൊടിപ്പിച്ചു. ഇന്ത്യയായിട്ടുള്ള ഡീലിന് തുരങ്കം വെക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൊണ്ട് ഒരക്ഷരം പോലും മിണ്ടാതെ സൈൻ ചെയ്യിപ്പിച്ചത്. അത് ഇന്ത്യക്ക് ദോഷമാണ്. കാര്യം ഇവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം ഇന്ത്യയെ കൊണ്ട് ഡംപ് ചെയ്യും. അത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിനെയും ഡയറി സെക്ടറിനെയാണ് പ്രധാനമായിട്ട് ബാധിക്കാൻ പോകുന്നത്. കാനഡയുടെ മുകളിൽ അധികം എഫക്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മുമ്പിലത്തെ സ്പീക്കർ പറഞ്ഞ പോലെ നമുക്കൊരു $1,700 എല്ലാ വർഷവും കുടുംബ ചെലവ് അധികമാകും. അത് അതിൻ്റെ ഭാഗമാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും ട്രേഡ് അഗ്രിമെന്റ്സ് വരുമ്പോൾ സാധനങ്ങളുടെ വില കൂടുകയും കുറയുകയും ചെയ്യും. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെതിരെ ആരും ഇവിടെ ശബ്ദമുയർത്തി കണ്ടിട്ടില്ല. പിന്നെ കാർണി എന്ന് പറയുന്ന വ്യക്തി ഹി വാസ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഗവർണറായിരുന്നു. നല്ല അറിവും എക്കണോമിയെ പറ്റി നല്ല വിവരമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചാടിക്കേറി ഒരു ഡിസിഷൻ എടുക്കുകയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു. ശ്രീ ജോസഫ് തമ്പി മാഡം, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രംപ് എന്നുള്ള ഒരു ബിസിനസ്മാൻ ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ മികച്ചതാണോ, അതോ ട്രംപ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ബിസിനസ്മാനേക്കാൾ മികച്ചതാണോ, അതോ രണ്ടുപേരും ഒരേപോലെയാണോ? ഏത് പേഴ്സണാലിറ്റിയാണ് അമേരിക്കയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നല്ലതായിട്ട് തോന്നുന്നു? ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കോറസൻ പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേര് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി പറയാനുണ്ട്. അതായത് നമ്മുടെ പ്രതിമാസ അല്ലെങ്കിൽ പ്രതിവർഷ ചെലവ് കൂടി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷെ അതിൽ പിന്നെ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇവിടെ 41 വർഷമായി ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ വില കൂടുതൽ എന്ന് പറയുന്നത് കാര്യമായിട്ട് ചില പിന്നെ സാധനങ്ങൾക്കൊക്കെ കൂടിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ പിന്നെ മൊത്തമായിട്ട് വേറെ ഒരിടത്ത് കൂടിയപ്പം വേറെ ചിലയിടത്ത് ലാഭങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, നേട്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ $4-5 വില ഉണ്ടായിരുന്ന ഗ്യാസിൻ്റെ പ്രൈസ് ഇന്നിപ്പോൾ ഒരു 249 എൻ്റെ ടെക്സസിലെ റേറ്റ്. അതായത് ഏതാണ്ട് പകുതിയോളം വില കുറഞ്ഞിട്ടുണ്ട്.
അതാണ് അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഒരു ഗ്രോസറി കടകളിലോ അല്ലെങ്കിൽ കാറ് മേടിക്കുമ്പോഴോ ഉള്ള വ്യത്യാസത്തിനേക്കാളും ദിവസവും ചെലവാക്കുന്ന ഒരു കാര്യമാണ് ഈ പെട്രോൾ അടിക്കുക വണ്ടിക്ക്. ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഓടിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയിൽ ഗ്യാസിൻ്റെ വില എത്ര കുറയുന്നു അത്രയും കാശ് ഓരോ മനുഷ്യൻ്റെയും പോക്കറ്റിലേക്ക് വരുന്നുണ്ട്. അതൊരു സത്യമാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ആ ഗ്യാസ് പ്രൈസിൻ്റെ വില വളരെയേറെ ഇനിയും വീണ്ടും കുറയ്ക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ മാതിരി ഒരു 85% ഓയിലിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ കൂടെ അത് പിന്നെ വരുമ്പോഴത്തേക്കും പോരാഞ്ഞിട്ട് അമേരിക്കയിലെ ആവശ്യം പോലെ എണ്ണ ശേഖരമുണ്ട്. അപ്പം അമേരിക്കയിലെ എണ്ണ ശേഖരം, വെനിസ്വേലയുടെ എണ്ണ ശേഖരം, ഇതൊന്നും കൂടാതെ ലോകരാജ്യങ്ങളുടെ മൊത്തം പ്രൊഡക്ഷനിൽ ഇനിയിപ്പോൾ ഇറാനുമായിട്ടൊരു ഡീലും കൂടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയും കൂടെ ഒരു മെച്ചമുണ്ടാകും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇലക്ട്രിക് കാർ ഓടുന്നതിനേക്കാളും അതിൻ്റെ ബാറ്ററിക്കും പൈസയൊക്കെ കൊടുക്കുന്നതിനേക്കാളും മെച്ചം അമേരിക്കയിൽ ഈ പെട്രോൾ കൊണ്ട് ഓടുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഡീസൽ കൊണ്ട് ഓടുന്ന വാഹനങ്ങളാണ് കുറെ കൂടെ ചിലവ് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കൂടുതൽ അത് വാങ്ങിക്കാൻ പറ്റും. ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ടെസ്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി എടുത്തു, ഒരു ഇലക്ട്രിക് കാർ മേടിച്ചു. ടൊയോട്ടയുടെയാണ്, കംപ്ലീറ്റ് ഇലക്ട്രിക്കാണ്. അപ്പം ഇതിന് രണ്ടിനും വില കുറഞ്ഞാൽ തന്നെ ജനങ്ങളുടെ ഒരു നല്ല ശതമാനം ചെലവ് കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ് ഒരു സത്യം. ഇനി മുമ്പേ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ട്രംപ് ഇവിടെ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, പൊളിറ്റീഷ്യൻസ് ഡോണ്ട് ലൈക്ക് ട്രംപ് ബിക്കോസ് ഹീ ഈസ് നോട്ട് എ പൊളിറ്റീഷ്യൻ. അത് സത്യമാണ്. കാരണം പൊളിറ്റീഷ്യൻസ് ചിന്തിക്കുന്ന രീതിയിലല്ല, അല്ലെങ്കിൽ അവർ കാണിച്ചു കൂട്ടിയ അവരുടെ പ്രവർത്തികൾ കൊണ്ട് നാശം വരുത്തിയ ഒരു അമേരിക്കയെ വേറൊരു രീതിയിൽ രക്ഷിക്കാൻ ട്രംപ് ചെയ്യുന്ന ചില മാർഗങ്ങളാണ്. അത് ബിസിനസ് രീതിയിലാണെന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ആദ്യം പറഞ്ഞ ഈ മുട്ട പൊട്ടിക്കുന്ന പ്രോസസ്സിലാണ് ഇപ്പോഴുള്ളത്. ഓംലെറ്റ് ആറായിട്ടില്ല, അത് കുക്ക് ചെയ്ത് വരണമെങ്കിൽ ടൈം എടുക്കും. ബട്ട് ഹി ഹാസ് ടു ബ്രേക്കിംഗ് ദി എഗ് എന്നുള്ള പ്രോസസ്സിലാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. അത് ഇത് ഓരോ രാജ്യവുമായിട്ടും ഒരു കാര്യം ഓർക്കണം, നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയാലും ഈ പൊല്യൂഷൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, വേൾഡ് വാർമിങ്ങിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. ഇതൊക്കെ ഒരു നല്ല ശതമാനം അമേരിക്കൻ പണം തട്ടിയെടുക്കാനുള്ള മാർഗങ്ങളായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കാര്യത്തിലായാലും മിലിറ്ററി സംരക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും അമേരിക്കയ്ക്ക് കൊടുക്കുന്നില്ലായിരുന്നു. അത് മേടിച്ചെടുക്കുക എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അമേരിക്കയുടെ ചെലവിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ കട്ടിൽ കണ്ട് സാമ്പത്തിക സഹായം എന്ന കട്ടിൽ കണ്ടാരും പനിക്കണ്ട. നിങ്ങളുടേതായ നിലനിൽപ്പ് വേണം, നിങ്ങളുടേതായ പോർഷൻ ഞങ്ങൾ ചെലവാക്കുന്നെങ്കിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശക്തിയേറിയതുമായിട്ടുള്ള ഒരു മിലിറ്ററിയാണ് അമേരിക്കയുടെ കയ്യിലുള്ളത്. അതേസമയത്ത് കാനഡയിലെ മിലിറ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 10-700 അല്ല 100,000 താഴെ മിലിറ്ററി പേഴ്സണലാണ് അവർക്കുള്ളത്. അതേസമയത്ത് 1.5 മില്യണോടടുത്ത പേഴ്സണലാണ് അമേരിക്കയ്ക്കുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം ഈ സംരക്ഷണം എടുക്കേണ്ട കാര്യം അമേരിക്കയ്ക്കില്ല. ഇഫ് വി ആർ സ്പെൻഡിങ് മണി യു ഹാവ് ടു പേ ഇറ്റ് ബാക്ക് എന്നുള്ള ഒരു ബിസിനസ് തത്വമാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് മാൻ എന്നുള്ളതാണ് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതി. അത് എൻ്റെ കണക്കൂട്ടൽ പറഞ്ഞാൽ അദ്ദേഹം ആദ്യത്തെ ഈ പൊട്ടിക്കൽ മുമ്പേ പറഞ്ഞ എഗ് ബ്രേക്ക് ചെയ്യുന്ന ആ പ്രോസസ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബന്ധങ്ങൾ കൂടുതൽ വളർത്തിയെടുത്ത് മറ്റു രാജ്യങ്ങളുമായും കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കും, കൂടുതൽ മെച്ചപ്പെട്ട സഹകരണങ്ങളും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ജസ്റ്റ് വെയിറ്റ് ഫോർ ഹിം ടു ഫിക്സ് വാട്ട് ഈസ് ബ്രേക്കിംഗ് ഇറ്റ് നൗ. രണ്ട് രാഷ്ട്രങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ട്രംപ് ആണെങ്കിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ രീതിയും, അതുപോലെ മാർക്കാണി കാനഡയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആ ഒരു രീതിയും
വളരെ വ്യത്യസ്തമാണ്. ട്രംപിന്റെ രീതി എന്ന് കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു രീതി, നിഷേധാത്മക ഒരു സമീപനമാണ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ എഗ്രിമെന്റുകളിൽ നിന്ന് പിന്മാറും എന്നുള്ള പ്രഖ്യാപനം, ഭീഷണിയുടേതായിട്ടുള്ള സ്വരങ്ങൾ, അതുപോലെ മറ്റു രാജ്യങ്ങളുടെ മേൽ ടാരിഫ് ഏർപ്പെടുത്തിയുള്ള ഒരു സമീപനമാണ്. എന്നാൽ കാനഡ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ട്രംപിന്റെ ഒരു അസ്ഥിരമായിട്ടുള്ള നിലപാടുകളിൽ എങ്ങനെ ആ ഒരു നിലപാടുകൾ പരമാവധി രാഷ്ട്രത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ, അതുപോലെ തന്നെ എങ്ങനെ സ്വയം പര്യാപ്തമാകാം, US-നെ കൂടാതെ തന്നെ എങ്ങനെ സ്വയം പര്യാപ്തമാകാം എന്നുള്ള ഒരു നിലപാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ചാണ് മാർക്കാണി സ്വീകരിച്ചിരിക്കുന്ന ഒരു അപ്രോച്ച്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ടും പരമാവധി കോഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു മിഡിൽ റോൾ എടുത്ത് ഒരു മിഡിൽ പവർ എന്ന നിലയിലേക്ക് എമർജ് ചെയ്തു വരാനാണ് കാനഡ ശ്രമിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ട്രംപിന്റെ ഈ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു നിലപാടുകളിൽ സേഫ് ആകാൻ എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളുടെ മായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിലേക്ക് നീങ്ങാൻ കാനഡയെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജൂലൈ 1 റിവ്യൂ ചെയ്യാനിരിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ മെക്സിക്കോ കരാറ്, ഇതിന്റെ ഒരു ഭാവി എന്തായിരിക്കും? സാധാരണ രീതിയിൽ ഇത് 16 വർഷത്തേക്കാണ് ഇത് റിന്യൂ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി വരുന്ന ഈ കരാറിൽ രണ്ട് രാജ്യങ്ങളുടെയും ബാർഗൈനിങ് പവർ വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എന്തായിരിക്കും ഇതിന്റെ ഭാവി? നമ്മൾ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കാര്യത്തിലും കൂടി നമുക്ക് ഒരു അഭിപ്രായം പ്രകടിപ്പിച്ച ശേഷം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ കോരസൻ വർഗീസ്. നല്ലൊരു ചർച്ചയാണ് ഇതുവരെ പോയിരിക്കുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല രീതിയിൽ ഈ ലോകത്തെ കാര്യങ്ങൾ കാണുമ്പോൾ പല വീക്ഷണങ്ങൾ വരുന്നത് എപ്പോഴും നല്ല. കാരണം നമ്മൾ മലയാളികളാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലോകത്തെ പറ്റി ഒരു ഉൾക്കാഴ്ചയുള്ള ഒരു കൂട്ടം രാഷ്ട്രീയ ജ്വരം ബാധിച്ച ആൾക്കാർ തന്നെയാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു നിരീക്ഷണവും ശക്തമായ നിരീക്ഷണങ്ങളും അത് അനലിറ്റിക്കലായിട്ട് പോകാനും ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ നോവല് പറഞ്ഞ വിഷയത്തിന് പോകുന്നതിന് മുമ്പ് കാനഡയുടെ ഒരു സെൽഫ് ഡിപ്പെൻഡൻസ് ഉണർത്തിയ അതിനുള്ള ക്രെഡിറ്റ് ട്രംപിന് തന്നെ കൊടുക്കണം. കാരണം അല്ലെങ്കിൽ പല കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ കാനഡയെ പറ്റി പറയാറുണ്ട്. നിങ്ങളുടെ ഇമിഗ്രേഷൻ അത് വല്ലാണ്ട് ആ രാജ്യത്തിന് അതിന്റെ ഫ്യൂച്ചറിനെ ദ്രോഹം ചെയ്യുന്ന പല കമ്മ്യൂണിറ്റി, അതുപോലെ സിഖുകാര് ഖാലിസ്ഥാൻ ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു ഓപ്പൺ ഒരു ഫോറത്തിൽ ഇങ്ങനെ അഴിച്ചുവിട്ട ഒരു തുറന്നുവിട്ട ഒരു രാജ്യം പോലെ പോയി കഴിഞ്ഞാൽ കാനഡയുടെ ഭാവിയെ തന്നെ അത് വല്ലാണ്ട് ബാധിക്കും എന്നുള്ളത് ഞങ്ങൾ വീട്ടിൽ നിന്ന് സാധാരണ പറയാറുണ്ട്. അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടാക്കണം. ഇമിഗ്രേഷനകത്തൊരു വാലിഡ് ഒരു പോയിന്റ് കൊണ്ടുവന്നിട്ട് അത് റെസ്ട്രിക്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതുവഴി കാനഡ വഴി അമേരിക്കയിലേക്ക് വരുന്ന ഡ്രഗുകളും അതുപോലെ തന്നെ പിന്നെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അതിനെ നിയന്ത്രിക്കേണ്ടതും ഒരു കാര്യമാണ്. കാരണം ഈ വലിയൊരു ബോർഡറാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ബോർഡറാണ് ബിറ്റ്വീൻ അമേരിക്ക ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കാനഡ. ഇതിന് അവിടെങ്കിലും വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, അതിങ്ങനെ വളരെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇനിയിപ്പോൾ അത് കുലങ്കഷമായിട്ട് ചിന്തിക്കണം. മെക്സിക്കോയുടെ ബോർഡറിൽ കൂടെ വരുന്നതിനെക്കാട്ടി കൂടുതൽ ദോഷം ഇപ്പം കാനഡയുടെ ബോർഡറിൽ കൂടെ ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കാനഡയുടെ ആദ്യത്തെ ഈ ഒരു ടാരിഫിന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ ബോർഡറിലൊക്കെ വെച്ചിരുന്ന അമേരിക്കൻ പിന്നെ കള്ളുകൾ മുഴുവൻ എടുത്തു മാറ്റി. ഇപ്പൊ അത് തന്നെ 9% അമേരിക്കൻ വിസ്കി ഒന്നും അവിടെ ചെലവാകുന്നില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കണേ. അപ്പൊ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാനഡ സാധാരണ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് കൂടുതൽ മീഡിയയുടെ ഒരു വലിയ ഒരു ഭാഗം ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് ഇത് വല്ലാണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. അപ്പൊ പക്ഷെ അത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ വീണ്ടും പറയുന്നത്, ദിസ് ഇസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു റെസിസ്റ്റ് ദി ടെംപ്ടേഷൻ ഓഫ് ഫൈറ്റിംഗ് വിത്ത് അമേരിക്ക, ബട്ട് യു ഹാവ് ടു റീസെറ്റ് ഇറ്റ് to reduce the dependency of American military. ഇപ്പം ഇത്
US എക്സ്പോർട്ട് അടുത്ത വർഷം നോൺ US എക്സ്പോർട്ട് 600 ബില്യൺ ആയിട്ട് 10 ഇയേഴ്സിലൂടെ എക്സ്പാൻഡ് ചെയ്യാനാണ് കാനഡയുടെ ധാരണ. അത് നല്ല കാര്യമാണ്. പക്ഷെ അതൊരിക്കലും ഒരു ചൈനയുടെ തലയിൽ കൈവച്ചുകൊണ്ട് കഷ്ടത്തിൽ കൈവച്ചുകൊണ്ട് കാനഡ കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കാനഡയ്ക്ക് വല്ലാണ്ട് ഉപദ്രവം ചെയ്യുന്ന കാര്യമാണ്. അതിൽ ഒരു പ്രാഗ്മാറ്റിക് ആയിട്ട് ഇപ്പം ഇവിടെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ EU എക്സ്പോർട്ട് ചെയ്യുന്നത് EVs ഇലക്ട്രിക് കാർസുകൾ, ചൈനീസ് കാർസ് എല്ലാം കൂടെ അവിടെ കൊണ്ട് ഒന്ന് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ കാനഡയിലുള്ള ഒത്തിരി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉണ്ട്, അതിന് മുഴുവൻ കൊളാപ്സ് ആവും. ആ ഇൻഡസ്ട്രി മുഴുവൻ പരാജയപ്പെടും. അപ്പൊ അത് ഒരു കാനഡയ്ക്ക് വരുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. അതുപോലെ ഒരു ബ്രിഡ്ജ് EUവും അതുപോലെ തന്നെ ഇൻഡോ പസഫിക് രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ട്രീറ്റി ഉണ്ടാക്കിയിട്ട് ഡോളറിന് US ഡോളറിന് ഒരു ബുദ്ധിമുട്ട് വരത്തക്ക രീതിയിൽ എക്കോണമിയിൽ എന്തെങ്കിലും കാനഡ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ ഭയങ്കരമായിരിക്കും, മാരകമായിരിക്കും എന്ന് എനിക്ക് പറയാനുണ്ട്. കാരണം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം ചൈനയുടെ സ്ഥിതി US ഡോളറിന്റെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഡെറ്റ് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ആ ഡെറ്റ് US ഡോളറിന്റെ വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും ചൈന ആയിരിക്കും. അപ്പോൾ ആ ചൈനയുടെ ബുദ്ധിമുട്ട് സാധാരണ മറ്റുള്ള രാജ്യങ്ങളുടെ തലയിൽ വരും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അതും ഒരു ഭീഷണിയായിട്ട് കണക്കൂട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ നോഫിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്റർനാഷണൽ ട്രീറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കുകയില്ല ഇനിയും ട്രീറ്റി ഉണ്ടാകാൻ പോകുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ സമയത്ത് എല്ലാ ട്രീറ്റികളിൽ നിന്നും മാറിയിട്ട് എല്ലാം ഒരു പുതിയ ട്രീറ്റി, നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ട്രീറ്റി ആയിരിക്കും ഇനിയും അടുത്ത കാലത്ത് ഉണ്ടാകാൻ പോകുന്നത്. അത് ഒരു പക്ഷേ നമുക്കാർക്കും യോജിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി അമേരിക്കയ്ക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ സേഫ് ആണ് എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. പക്ഷേ എന്നാലും ആഭ്യന്തരമായിട്ട് ഇവിടുത്തെ ഓരോ പൗരന്മാരും വളരെയധികം ഭയത്തോടും പ്രശ്നത്തോടു കൂടിയാണ് ഈ നാളെ നോക്കിക്കാണുന്നത്. കാരണം ഇവിടുത്തെ ഇമിഗ്രേഷന്റെ കാര്യങ്ങൾ ഒന്നും സുരക്ഷിതമല്ല. ഇവിടുത്തെ ഗ്രീൻ കാരെ സംബന്ധിച്ച് ഈ ഗ്രീൻ കാർഡ് ഈസ് നോട്ട് എ വാലിഡ് റീസൺ ടു സ്റ്റേ എന്നുള്ള രീതിയിൽ വരുന്നു. അല്ല, സിറ്റിസൺഷിപ്പ് എടുത്തവരെ സംബന്ധിച്ച് അത് റിവോക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വരുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിട്ട് പുതിയ അമേരിക്കയാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് ഭയത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ ലോകം ഭയത്തോടെ കാണുമ്പോൾ ഈ ചെറിയ മനുഷ്യര്, അമേരിക്കയിലുള്ള കുടിയേറ്റക്കാര്, അവരും ഭയത്തോടു കൂടിയിട്ടാണ് ഈ ഓരോ നീക്കങ്ങളെയും കാണുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ, ഈ ഒരു അവസരം ഡിബേറ്റ് തന്നതിൽ നോബലിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ശ്രീ റെജി കൊടുവത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ വരുന്ന ഉടമ്പടി അത് നമുക്കൊരു വെല്ലുവിളി ആയിരിക്കുമോ, അതോ പുതിയ ഓപ്പർച്യൂണിറ്റികൾക്ക് വഴി തുറക്കുമോ? എസ്പെഷ്യലി നമ്മുടെ ചൈനയുമായിട്ടുള്ള കരാറിന്റെ വെളിച്ചത്തിൽ അത് നമുക്ക് കൂടുതൽ ബാർഗൈനിങ് പവർ തരുമോ? എന്ത് പറയുന്നു? ബാർഗൈനിങ് പവർ ട്രേഡിലായിരിക്കുകയല്ല. അമേരിക്കയ്ക്ക് വേണ്ടിയത് ഡ്രഗ്സിന്റെ മുകളിൽ കൺട്രോള്, ഇമിഗ്രേഷന്റെ മുകളിൽ കൺട്രോൾ. ഇമിഗ്രേഷൻ അല്ല, ഇല്ലീഗൽ ഇമിഗ്രേഷൻ. വരുന്നതോടെ തദ്ദേശീയരായിട്ടുള്ളവർക്ക് അവരുടെ ജോലി പോയാൽ സർക്കാർ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? അതാണ് ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾക്കെല്ലാം, അത് യൂറോപ്പിലാണേലും ഓസ്ട്രേലിയയിലാണേലും നോർത്ത് അമേരിക്കയിലാണേലും. അതുകൊണ്ടാണ് ഏതവരെയൊക്കെ തിരിച്ചയക്കാവോ അവരെയൊക്കെ എങ്ങനെയെങ്കിലും തിരിച്ചയക്കാൻ നോക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഹ്യൂമൻ പവർ എന്ന് പറയുന്നത് ഒരു പവറായിട്ട്, ഹ്യൂമൻ റിസോഴ്സ് ഒരു പവറായിട്ടാണ് ഇതുവരെ എല്ലാവരും കണ്ടിരുന്നത്. ഇനി ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ട്രംപിന്റെ ഐസ് ഡിപ്പോർട്ട് ചെയ്യുന്ന ആരെ, എന്തിനെ? കാനഡയിൽ നിന്ന് ആരെയൊക്കെയാ പുറത്തിറക്കുന്നത്? ട്രക്ക് ഡ്രൈവർ, ടാക്സി ഡ്രൈവർ, ഈ ക്യാഷിൽ നിൽക്കുന്ന, ഇപ്പം തന്നെ കണ്ടില്ല വാൾമാർട്ടിലും കോസ്കോയിലൊക്കെ പോയ സെൽഫ് സ്കാനിങ് ആണ്. അവിടെ എംപ്ലോയീസ് കുറയുകയാണ് AI പ്രഭാവത്തോടെ. പിന്നെ കൺസ്ട്രക്ഷൻ, ഹെൽത്ത്, അഗ്രികൾച്ചർ, ഈ 3 ഫീൽഡിൽ തൊടുകയില്ല. കാര്യം അവിടെ ഇതുവരെ ഓട്ടോമേഷൻ അത്രയ്ക്ക് വന്നിട്ടില്ല. ബാക്കി എല്ലായിടത്തും ഓഡിറ്റിംഗ്, പ്രോഗ്രാമിംഗ്, ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ഫീൽഡുകളിൽ നിന്നുള്ള ജോലികൾ കുറഞ്ഞുകൊണ്ട് വരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്
നമ്മൾ ഈ കാണുന്നത്. ഏത് സ്റ്റോറിൽ ചെന്നാലും സെൽഫ് സ്കാൻ. പണ്ട് 8ഉം 10ഉം കൗണ്ടറിൽ കാഷ്യർ നിന്നിടത്ത് ഇപ്പോൾ ഒരു കൗണ്ടറേ ഉള്ളൂ. ഇത് തന്നെ ആണ് മുമ്പോട്ട് വരും തോറും AI പ്രഭാവം ഏറും തോറും. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഇപ്പൊ കാനഡയിൽ ഒണ്ടേരിയോയിൽ 2500 ട്രക്ക് ഡ്രൈവറിന്റെ ലൈസൻസാണ് ക്യാൻസൽ ചെയ്ത് കൊടുത്തത്. അതുപോലെ അമേരിക്ക ചെയ്യുന്നത് അത് തന്നെ. അത് ഏത് ഫീൽഡിലെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നു ആ ഫീൽഡിനെയാണ് അവർ അവിടെ നിന്നുള്ള ഇല്ലീഗലായിട്ടുള്ളവനും ആരെയൊക്കെ പുറത്ത് കടത്താവുക. നമ്മളെല്ലാവരും സിറ്റിസൺ ആണെങ്കിൽ പോലും പുതിയ നിയമങ്ങൾ എല്ലാ രാജ്യങ്ങളും കൊണ്ടുവന്നു കഴിഞ്ഞു. കാനഡയും കൊണ്ടുവന്നു. ഒരു സിറ്റിസനെ വേണേലും എന്തെങ്കിലും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് അയക്കാനുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് അവരുടെ പവേഴ്സ് കൂട്ടി. കാനഡയിലെ വിദ്യാർത്ഥികൾ വരുന്നത് ഇന്ത്യയിൽ നിന്നുള്ളത് 70% കൂടുതൽ റിജക്ഷനാണ്. അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സിനെ ഇപ്പൊ കുറയ്ക്കാനാണ് എല്ലാ രാജ്യങ്ങളും നോക്കുന്നത്. അതുകൊണ്ട് ഈ ഡീല് വരുമ്പോൾ അതിനകത്ത് കോർസൻ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും ആന്റി ഡ്രഗ്, ആന്റി ഇല്ലീഗൽ ഇമിഗ്രന്റ്, ഈ 2 ഇഷ്യൂസ് ആണ് വരാൻ പോകുന്നത്. ബാക്കിയെല്ലാം 5-10% ടാരിഫ് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ 0 തന്നെ ആകാൻ, ടോട്ടൽ ഫ്രീ ട്രേഡ് ആകാനുള്ള സാധ്യതയാണ് ഞാൻ മുൻപോട്ട് കാണുന്നത്. താങ്ക് യു. ശ്രീ ജോസഫ് നമ്പിമഠം, ഏകപക്ഷീയമായി കാനഡയ്ക്കോ അല്ലെങ്കിൽ US-നോ നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 2 രാജ്യങ്ങളും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ അത്രത്തോളം പരസ്പര പൂരകമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വരുന്ന ഒരു ഉടമ്പടി, കാനഡ മെക്സിക്കോ US ഉടമ്പടിയിലെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രതീക്ഷയോടെയാണോ അതോ കൂടുതൽ ഒരു ആശങ്ക നിറഞ്ഞ ഒരു മനോഭാവത്തോടെയാണോ നോക്കിക്കാണുന്നത്? അതോ ഇതിൽ എന്തെങ്കിലും ഉത്കണ്ഠ പെടേണ്ട ആവശ്യമുണ്ടോ നമ്മൾ? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ ഈ ചൈനയുമായിട്ടുള്ള ബന്ധം കാനഡയ്ക്ക് ഗുണം ചെയ്യുമെന്ന് കോർസൺ പറഞ്ഞ മാതിരി എനിക്ക് വിശ്വാസമില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ഞാൻ തന്നെ ഒരു ചൈന ട്രെയിൻ എന്നും പറഞ്ഞൊരു കവിത എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അതും വർഷങ്ങൾക്ക് മുമ്പ് ഈ ട്രംപ് ഭരണകൂടമൊന്നും വരുന്നതിന് മുമ്പല്ല, ഞാൻ 2011 എഴുതിയ ഒരു കവിതയാണ്. ഇംഗ്ലീഷിലുള്ള കവിതയാണ്, ചൈന ട്രെയിൻ എന്ന് പറഞ്ഞാൽ. അതായത് പിന്നെ ഡാളസിലാണെന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ട്രെയിനിന് ബോഗികൾ ഇങ്ങനെ നിറച്ച ചൈന എന്നുള്ള എഴുതിയ ബോഗികളിലൂടെ ടൺ കണക്കിന് സാധനങ്ങൾ അമേരിക്കയിലേക്ക് വരുന്ന ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ്. അതായത് ഒരു റെയിൽ ക്രോസ് അടച്ചപ്പോഴത്തേക്കിന് ഈ ട്രെയിനാണ് പാസ് ചെയ്തു പോകുന്നത്. ആ ട്രെയിനിൻ്റെ എല്ലാ ബോഗികളും ചൈന എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ്സ് കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് ആബട്ട് ലാബിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് പുള്ളി ജോലി ചെയ്തത്. അവിടുത്തെ പല കമ്പനികളും അടച്ചുപോയി. പിന്നെ പല ബിസിനസ് സംരംഭങ്ങളും അടച്ചുപൂട്ടി തൊഴിലില്ലായ്മ സൃഷ്ടിച്ച ഒരു രീതിയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ കാഴ്ചകളിൽ കണ്ടിട്ടുള്ള എനിക്ക് അത് ഞാൻ പറഞ്ഞല്ലേ, ഈ പിന്നെ 11 ഇപ്പൊ എത്രയോ വർഷം മുമ്പ്, അതായത് ഇതൊന്നും നടക്കുന്നതിന് ഇപ്പം ഈ താരിഫ് യുദ്ധമോ ഇതൊന്നും വരുന്നതിന് എഴുതിയൊരു കവിതയാണത്. അപ്പോൾ ഈ ചൈനയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് വെച്ചാൽ അവസരം കിട്ടുന്നിടത്തോട്ട് കൊണ്ട് അവർ ഇഷ്ടം പോലെ ഡംപ് ചെയ്യുന്നത് മാത്രമല്ല, പിന്നെ തീരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് ഈ കൊണ്ടുവരുന്ന ഒരു നല്ല ശതമാനം. അതുപോലെ തന്നെ അവർക്ക് ഈ പേറ്റന്റ് എന്ന് പറഞ്ഞ് യാതൊരു മാന്യതയും അവർ പിന്നെ പാലിക്കുന്നവരല്ല. ഇപ്പം പിന്നെ അതിനകത്ത് മുട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെയുള്ള, ഈ കവിതയ്ക്കകത്ത് ഞാൻ എഴുതിയിട്ടുള്ള മുട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെയുള്ള സാധനങ്ങൾ അവർ ഇങ്ങോട്ട് കൊണ്ട് ഡംപ് ചെയ്യുന്നുണ്ട്. അപ്പം 2 കാര്യമാണ്: ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് അവർ അവസരമൊരുക്കും. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ബിസിനസ്സുകൾ നഷ്ടപ്പെടും, ജോലികൾ നഷ്ടപ്പെടും. ഇനിയിപ്പോൾ ആ ഫ്യൂച്ചറിൽ വരാൻ പോണത് AI ഒക്കെ വരുമ്പോഴത്തേക്കിന് കുറെ കൂടി തൊഴിൽ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് കാനഡ എന്ന് മാത്രമല്ല, ചൈനയുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു രാജ്യവും കൂട്ടുകൂടുന്നതിന് മുമ്പ് 4 വട്ടം വീണ്ടും ചിന്തിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്കയും കാനഡയും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും സുസ്ഥിരവും സുരക്ഷിതവുമായിട്ടുള്ളത്. അത് ഞാനതിനെ ആശങ്കയോടെ കാണുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഐ ഡോണ്ട് സീ ട്രംപ് ആസ് എ ത്രെഡ്. ഹീസ് യൂസിങ് ഹിസ് പവർ പൊളിറ്റിക്സ്.
ആ പവർ പൊളിറ്റിക്സിലൂടെ അല്ലെങ്കിൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് കാര്യങ്ങൾ നേരെയാക്കുക. അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന കാര്യം കൊണ്ട് പിന്നെ അതൊരു കാനഡയ്ക്ക് ഒരു ഭീഷണിയായി വരുമെന്ന്, ഫ്യൂച്ചറിൽ വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാനഡയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും. പിന്നെ ഈ പറയുന്ന 51ാമത് സ്റ്റേറ്റ് ആക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്, പിന്നെ കാനഡയിൽ അതിന് മാത്രം എത്ര സപ്പോർട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നാളെ കാനഡയുടെ ഭാഗമായാലും മെക്സിക്കോയും കൂടെ അമേരിക്കയുടെ ഭാഗമായാലും ഞാൻ അത്ഭുതപ്പെടുത്തൊന്നുമില്ല. പക്ഷേ അതൊരു എന്താ പിന്നെ ഒരു വെട്ടിപ്പിടുത്തത്തിലൂടെ ആയിരിക്കത്തില്ല. വോളണ്ടറി ആയിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഒന്നിച്ചായെന്ന് വരാം. നമുക്ക് നാളത്തെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ഏതൊക്കെ രാജ്യങ്ങൾ ഒന്നിച്ച് വരുമെന്നോ അമേരിക്ക ഇനിയും കൂടുതൽ രാജ്യങ്ങളോട് ഇതുമായിട്ട് സഹകരിച്ച് പോകുമെന്നോ അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഒരു കണക്കിന് ഇങ്ങനെ വലിയ ബോർഡർ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു രാജ്യമായിക്കൂടാ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങനെ നടന്നാൽ അതത് രാജ്യങ്ങളിലെ ആൾക്കാർക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അല്ലാതെ അവരെ ആരെയും ബലം പ്രയോഗിച്ച് പിടിച്ചടക്കി അമേരിക്കയുടെ കൂടെ ചേർക്കാൻ ട്രംപ് ചെയ്യുമെന്നും എനിക്ക് വിശ്വാസമില്ല. നാളെയും മെക്സിക്കോയുമായിട്ടും അയൽ രാജ്യങ്ങളെല്ലാമായിട്ടും വളരെ സൗഹൃദത്തോടെ പോകുന്ന ഒരു രീതി ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം, ഇടയ്ക്ക് മുമ്പ് പറഞ്ഞ മാതിരി ഈ അമേരിക്കയുടെ ഡോളർ അതിനെ താഴ്ത്തി കെട്ടാൻ ആര് ശ്രമിച്ചാലും അത് ട്രംപ് തടഞ്ഞിരിക്കും, അമേരിക്കൻ ഗവൺമെൻറ് തടഞ്ഞിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അതായത് പിന്നെ ഈ ഇന്ത്യ എന്നാ കുറേ ബ്രിക്സ് രാജ്യങ്ങൾ എന്തോ ഇവരെ ഒന്നിച്ചുകൂടി ഡോളറിന് പകരമായിട്ട് അവരവരുടെ പിന്നെ നാണ്യത്തിൽ ഈ ട്രേഡ് നടത്തുന്ന ഒരു രീതിയിലേക്ക് പോയപ്പോഴാണ് ട്രംപ് വാളെടുത്തത്. അപ്പം ഫ്യൂച്ചറിലായാലും നമ്മുടെ US ഡോളറിനെ ഇടിച്ചുകൊണ്ടുള്ളതോ അല്ലെങ്കിൽ US-ൻ്റെ മേൽക്കോയ്മയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് എപ്പോഴും അതൊരു ഭീഷണിയായിരിക്കും. ആ ഒരു ഭീഷണിയുടെ സ്വരം മുഴക്കിയാൽ കാനഡയ്ക്കും അത് ദോഷമായിട്ട് വരും. വളർച്ചയുടെ പാത തിരഞ്ഞെടുക്കുന്നെങ്കിൽ രണ്ടു കൂട്ടരും സഹകരിച്ച് പ്രവർത്തിക്കുക, ചൈനയെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാനഡ സ്ട്രോങ് എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു മാർക്കാണിയുടെ ഇലക്ഷന്റെ ക്യാമ്പയിനിൽ മുഴങ്ങിക്കേട്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രംപിന്റെ പ്രസിഡൻസിക്ക് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷനിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ഒരു മുദ്രാവാക്യമായിരുന്നു. അപ്പോൾ രണ്ട് മുദ്രാവാക്യങ്ങളും ഏകദേശം കോൺഫ്ലിക്റ്റിംഗ് ആണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് പറയേണ്ടി വരും. കാരണം ചില കാര്യത്തിൽ രണ്ടുപേരുടെയും സമീപനം വ്യത്യസ്തമാണെങ്കിലും ഓരോ രാഷ്ട്ര തലവന്മാരും അവരുടേതായ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. രണ്ടുപേരുടെയും സമീപനങ്ങൾ പക്ഷെ വ്യത്യസ്തമാണ്. എന്നാൽ നമുക്ക് ഒരിക്കലും ഒരു റൂളർ മോശമോ മറ്റൊരു റൂളർ നല്ലതോ ആകുമെന്ന് പറയാൻ പറ്റില്ല. ആപ്പിൾ ആണോ ഓറഞ്ച് ആണോ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൻ്റെതായ വ്യത്യസ്ത ഗുണങ്ങളുണ്ട്. ഒന്നിന് പകരമല്ല മറ്റൊന്ന്. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഒരു ആഗോള ഗ്രാമം എന്ന നിലയിലാണ് രാജ്യങ്ങളെല്ലാം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ഒരു ബൗണ്ടറി ഒരിക്കലും ഒരു രാജ്യങ്ങൾക്ക് ഭീഷണിയാകാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും ഒരു പരസ്പര സഹകരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു സൗഹൃദമായ അന്തരീക്ഷത്തിൽ എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കലും സ്വന്തം സമ്പത്തോ അല്ലെങ്കിൽ സ്വന്തം ഉയർച്ചയോ മറ്റൊരു രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് നമ്മൾ ഇടവരുത്താതെ നോക്കണം. കാരണം ഒരു അഭിപ്രായം ഈയിടെ കേൾക്കുകയുണ്ടായി, ലോകം മുഴുവൻ കാനഡയുടെ കൂടെ നിന്നാലും അമേരിക്കയുടെ സമ്പത്തിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഗർവോടെയോ അല്ലെങ്കിൽ ഒരു ധിക്കാരത്തോടെയുള്ള അങ്ങനെയുള്ള ചില കമന്റുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഒരിക്കലും ഒരു രാജ്യത്തിന്റെയും ഉയർച്ച വേറെ രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി വരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മെക്സിക്കോ, കാനഡ കരാറ് രണ്ട് രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ലോകം മുഴുവനും
നോർത്ത് അമേരിക്കയ്ക്ക് പ്രത്യേകിച്ചും ഗുണകരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു.